ഇന്നലെ കിടന്നപ്പോൾ നല്ല രീതിയിൽ ക്ഷീണവും വയ്യായ്മ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ ഓർത്തു മോക്ക് എന്തുണ്ടാക്കി കൊടുത്തു വിടും, കഴിക്കണമല്ലോ രാവിലെ എന്ന് ഓർത്ത് ദോശയും ചമ്മന്തി ഉണ്ടാക്കാമെന്ന് ഓർത്തു. അതാണ് പെട്ടെന്ന് പണി തീരും. ഒരു ചെറിയ തക്കാളി ചമ്മന്തി മോക്ക് ഇഷ്ടമാണ് അതായത്. അപ്പോൾ രാവിലെ എനിക്ക് കഴിഞ്ഞപ്പോഴാണ് ഓർക്കണേ എന്നാൽ മുട്ട ദോശ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ 2 മുട്ട എടുത്ത് തൊട്ട് ഇച്ചിരി കുരുമുളക് പൊടി ഉപ്പും കൂടി ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ട് ദോശ ഒഴിച്ചു. അതിൻ്റെ മേലിൽ നമ്മുടെ മിക്സ് ചെയ്ത് വെച്ച മുട്ട ഒഴിച്ചു, മൂടി വെച്ച് വേവിച്ച് തിരിച്ചിടണം. അങ്ങനെ ഞാൻ ഉണ്ടാക്കിയത്. പക്ഷേ ഞാൻ തമിഴ്നാട് പോയപ്പോൾ കഴിച്ചത് ദോശമാവ് ഒഴിച്ച് അതിൻ്റെ മുകളിൽ ഒരു മുട്ട പൊട്ടിച്ച് അങ്ങനെ ഒഴിച്ചിട്ട് ഉപ്പൊന്ന് തൂളി കൊടുത്ത്. പക്ഷെ അന്ന് കഴിച്ചപ്പോൾ എനിക്ക് അതിന് ഉപ്പില്ലാത്ത പോലെ തോന്നി. അതുകൊണ്ടാട്ടോ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയത്. പക്ഷേ ഇത് ചേട്ടായിക്കും കുഞ്ഞിപ്പെണ്ണും നല്ല ഇഷ്ടം. നന്നായി വരുമോ ഇല്ലയോ എന്നുള്ള സംശയം കൊണ്ട് ഞാൻ സാധാരണ ദോശ അങ്ങനെ 2 ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞിപ്പെണ്ണ് ഇത്രയും വലിയ ദോശ ഇഷ്ടമല്ല, അതുകൊണ്ട് കുഞ്ഞ് 2-3 ദോശ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കുഞ്ഞുമക്കൾക്കൊക്കെ ഇഷ്ടമാവും കേട്ടോ. പൊന്നുസിന് നല്ല ഇഷ്ടമായി. സാധാരണ ദോശേനേക്കാളും കൂടുതൽ ഇഷ്ടമായിട്ടോ. അങ്ങനെ ഞങ്ങൾ റെഡിയായി താഴെ പോയി ഇരിപ്പായി. ഗേറ്റ് തുറന്ന ഉടനെ കുഞ്ഞിപ്പെണ്ണ് ഓടിപ്പോയി ആ സൈഡിൽ പോയി ഇരിക്കും കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ശീലമായില്ലോ തണലത്ത്. അവിടെ ഒരു ചെറിയ തണുപ്പൊക്കെ പോലെ തോന്നും. ആ വിടവിലായതുകൊണ്ടായിരിക്കും. ഇന്ന് നമ്മൾ അവർ വിളിച്ച് കഴിഞ്ഞപ്പോഴാട്ടോ ഇറങ്ങിപ്പോയി. അതുകൊണ്ട് ഒത്തിരി നേരം നിൽക്കണ്ടായിരുന്നില്ല. ഒരു 5 മിനിറ്റ് കഷ്ടി നിന്നുള്ളൂ. അപ്പോഴത്തേക്കും വണ്ടി വന്നു. വെയിലത്ത് നിന്നെങ്കിലും മടുത്തൊന്നുമില്ല. പിന്നെ വീട്ടിൽ വന്നിട്ട് പൊന്നൂസിന് തിളപ്പിച്ച് വെച്ച പാല് ഞാനത് ചായയാക്കി ഞാൻ ദോശ എടുത്ത് അത് അമ്മച്ചീനെ വിളിച്ചുകൊണ്ട് കഴിക്കുകയാണ് കേട്ടോ. എനിക്കിങ്ങനെ ഫുഡ് കഴിക്കുമ്പോൾ ഒന്നെങ്കിൽ ആരെങ്കിലും വർത്താനം പറയണം, അല്ലെങ്കിൽ ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ കൂടുതലും അമ്മച്ചീനെയൊക്കെ വിളിച്ചുകൊണ്ടിരിക്കും കേട്ടോ.